എന്താ ഇങ്ങനെ നോക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല, ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗൾഫിൽ നിന്ന് എന്നെ കളിയാക്കാൻ നമ്പർ മാറ്റി വിളിച്ചതെന്നാ ഞാൻ ആദ്യം കരുതിയേ. ശരി, ഇപ്പൊ വിശ്വാസമായില്ലേ ഇത് ഞാൻ തന്നെയാണെന്ന്? ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയുന്നതാണ്. അമ്മാവൻ്റെ മകളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അമ്മാവനും അമ്മയും കൂടെ ശ്രമിക്കുന്നു പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നിക്കാനാവില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനാവില്ല ഇപ്പോൾ. ഇവിടുന്ന് ഹരിയേട്ടന്റെ വീട്ടിൽ അമ്മയും മുത്തച്ഛനും കൂടി വീട്ടിൽ വന്നതെല്ലാം ഞാൻ അറിഞ്ഞു. അതോടെയാ ഇനി ഒരിക്കലും അമ്മയും അമ്മാവനും അറിഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കണമെന്ന് എനിക്ക് ഉറപ്പായത്. ഞാനും അങ്ങനെയാ വിശ്വസിച്ചത്. ഇനി നമ്മൾ തമ്മിൽ പരസ്പരം കാണുക പോലും ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചത്ത് കളഞ്ഞാലോന്ന് വരെ തോന്നി എനിക്ക്. ബുദ്ധിമോശമെന്ന് പറയല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മനസ്സിൽ ചിലത് കണ്ടിട്ടാ ഞാൻ ഈ പാതിരാത്രി ഇവിടേക്ക് വന്നത്. പക്ഷെ അതൊക്കെ നടപ്പാക്കാൻ വിമല കൂടി തയ്യാറാണെന്നാണ് എനിക്കറിയേണ്ടത്. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. നേരിട്ട് പറയാം. ഒരൊറ്റ ചോദ്യം മാത്രം. ഞാൻ ഈ നിമിഷം ക്ഷണിച്ചാൽ ആരും അറിയാതെ വിമല എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ? എന്തു പറയുന്നു? തയ്യാറാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇപ്പോൾ തന്നെ ആരും അറിയാതെ ചെന്നൈയിലേക്ക് കോയമ്പത്തൂരേക്ക് പോയി ഒന്നിച്ച് ജീവിക്കാം. എന്താ, തയ്യാറാണോ? വിമല എന്താ ഒന്നും പറയാത്തത്? അത് പിന്നെ ആരും അറിയാതെ ഒളിച്ചോടെന്നൊക്കെ പറഞ്ഞ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഒളിച്ചോടേണ്ടി വരുന്നത്. മറ്റാരെങ്കിലും നശിപ്പിക്കാനോ ചതിക്കാനോ അല്ലല്ലോ. അല്ല, എന്നാലും നോക്ക്, നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇതേ മാർഗമുള്ളൂ. ഇതല്ലാതെ നമ്മളെ ഒന്നിക്കാൻ എൻ്റെ അമ്മ കൊന്നാൽ സമ്മതിക്കില്ല. അതിന് കൂട്ടുനിൽക്കാൻ അമ്മാവനും ഉണ്ടാവും. നമുക്കൊരു കുഞ്ഞക്കായി കഴിയുമ്പോൾ അമ്മയുടെ മനസ്സ് മാറും. അത് മാത്രമാണ് എൻ്റെ ഏക പ്രതീക്ഷ. എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഈ രാത്രി, ഈ നിമിഷം വിമല എൻ്റെ കൂടെ വരണം. നാളെ തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തവനാ ഞാൻ. നീ റെഡിയല്ലെങ്കിൽ ഞാനതിൽ തിരിച്ചു പോകും. എന്തു പറയുന്നു? ഇറങ്ങി വരുന്നോ ഇല്ലയോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.